എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിന് മുൻപ് നമ്മൾ അടപ്രഥമൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രഥമന് വേണ്ടിയിട്ട് 1/2 കപ്പ് തൊലി കളഞ്ഞിട്ടുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കടകളിൽ. ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇതിലേക്കുള്ള ശർക്കരയാണ്. ശർക്കര നമ്മൾ എത്രയാണോ ചെറുപയർ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുക്കാം. നമ്മളിവിടെ 3.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു പാനൊന്ന് ചൂടാ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുപയർ ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ പായസത്തിന് ആ ടേസ്റ്റ് വരും. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് പായസമാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലും ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മളിത് മാറ്റുകയാണ്. പ്രഷർ കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വെള്ളം വരെ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ അടുപ്പിച്ചെടുക്കാം. 2 വിസിൽ വേണ്ട, അത് ഒരുപാടങ്ങ് വെന്ത് പോവും. മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ മതി. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 ഗ്രാം ഒക്കെ എടുക്കാവുന്നതാണ് ശർക്കരയുടെ അളവ്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ ആവിയൊക്കെ പോയിട്ട് നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിനാണ്. അതുപോലെ തന്നെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇതുപോലെ കട്ടിയിൽ ഇരിക്കുന്നതാണ് നല്ലത്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. ചെറിയ അരിപ്പയിലൂടെ അരിക്കാം. പ്ലാസ്റ്റിക് അരിപ്പ എടുക്കാതിരിക്കുക, അതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പയാണ് ഏറ്റവും നല്ലത്. ശർക്കര കൂടി ചേർത്തിട്ട് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ശർക്കരയും ഈ പരിപ്പും കൂടി നന്നായിട്ടൊന്ന് കുറുക്കി ഒരു നൂൽ പരുവാകുന്നവരെ നന്നായിട്ടിത് വഴറ്റുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. നമ്മളിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1 തേങ്ങയുടെ 2ാം പാലും അതിൻ്റെ കട്ടിപ്പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് തിളക്കുക. അതിനുശേഷം ഇത് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചതിന് ശേഷമാണ് അടുത്ത കപ്പ് ഞാൻ ഒഴിക്കുന്നത്. 2 കപ്പും കൂടെ ഒഴിച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പം ലൂസായി പോവും. അതുകൊണ്ട് നോക്കിയിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിക്കാം. 3/4 കപ്പ് മുതൽ 2 കപ്പ് വരെ ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കാതിരിക്കരുത്, അടിയിൽ പിടിക്കും. ഈ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ പായസം ചെയ്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരുപാട് കൂടരുത്, ഉപ്പ് കൂടിയാൽ ഉപ്പ് മുന്നിട്ട് നിൽക്കും. 1 നുള്ള് മതിയാകും. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്ക ചതച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാം. പ്രഥമനിലൊക്കെ നമ്മൾ ഏലക്കാപ്പൊടിയുടെ ഒപ്പം തന്നെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർക്കും. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. നമ്മളൊരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ചേർക്കുന്നത്. ചുക്ക് പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലാതെങ്കിൽ ചുക്ക് കിട്ടും. അത് വാങ്ങിച്ച് ഒന്ന് പൊടിക്കുക. പിന്നെ വേണ്ടത് വറുത്ത ജീരകത്തിൻ്റെ ഒരു 1/4 ടീസ്പൂൺ പൊടിയാണ്. ജീരകം ഒരുപാട് കൂടണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർക്കാൻ പോകുന്നത്. നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ 1ാം പാല് ചേർക്കുമ്പോൾ നമ്മുടെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് തിളച്ച് പോകരുത്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പായസം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് തിളപ്പിക്കരുത്. ഈ പായസം ഒരുപാടങ്ങ് ലൂസും അല്ല, കാരണം ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും. പിന്നെ ഇത് ഇരിക്കുന്നതോറും കുറച്ചുകൂടെ ഒന്ന് കുറുകിയും വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യൊന്ന് ചൂടാക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ്
വളരെ നൈസായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മളെപ്പോഴും പ്രഥമനിൽ ഇടും. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് കടലപ്പരിപ്പ് പ്രഥമൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടി മുന്തിരിങ്ങ എല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യോട് കൂടി തന്നെ ഒഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്